Attention everybody, dear students, ഇന്ന് നമ്മുടെ കോളേജ് കൃഷി ദിവസമായി ആഘോഷിക്കുകയാണ്. ഹരിത കലാലയം എന്ന പദ്ധതിയുടെ ഭാഗമായി എല്ലാ സ്റ്റുഡൻസും നമ്മുടെ കോളേജിൽ നടക്കുന്ന കൃഷിത്തോട്ട നിർമ്മാണത്തിൽ പങ്കുചേരുക. മൺവെട്ടി, പിക്കാസ്, ചട്ടി, കട്ടപ്പാര മുതലായ സാമഗ്രികൾ ഉടനടി സംഘടിപ്പിച്ച് വിദ്യാർത്ഥികൾ ഉടൻ ബാഹുലയം സാറിനെയും സംഗീത ടീച്ചറെയും ബന്ധപ്പെടുക. താങ്ക് യു. കൃഷിയോ? എനിക്ക് വയ്യൊന്നും ചെയ്യണം, എനിക്കൊന്നും അറിയത്തൂടിയില്ല. എനിക്ക് വയ്യായി ചട്ടിയും വട്ടിയൊന്നും എടുക്കാനായിട്ട്. അതുമല്ല ഞാനാണെങ്കിൽ എന്തായാലും പറ്റില്ല. എനിക്ക് സൺലൈറ്റ് പറ്റത്തില്ല. എൻ്റെതേ ബേബി സ്കിന്നാ. എനിക്കാണെങ്കിൽ ഒട്ടും പറ്റില്ല. എനിക്കേ മിസ് കേരളയ്ക്ക് മത്സരിക്കാൻ പോണ്. ചേച്ചി വരെ നിന്നേ, എവിടെ പോണത്? മിസ് കേരളയ്ക്ക് മത്സരിക്കാൻ. അതെ, വല്ലതും ഉണ്ടാക്കിക്കൊണ്ട് വെച്ച വെട്ടി വിഴുങ്ങ അറിയാല്ല. നാവടക്ക് പണിയെടുക്കുന്ന അത് പിടിക്ക്. എവിടെ ചൂലെട് പിടി പിടി. ആ മോക്ക് നമ്മൾ കൊടുത്തേ. ഇത് ആൻറ്റിനെ പിടിച്ചോ. എല്ലാവരും വരി. ഹരിത കേരളം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാം ഇവിടെ കൂടിയിരിക്കുന്നത്. ഇതിനുവേണ്ടി എല്ലാ വിദ്യാർത്ഥികളും സഹകരിക്കണം. ഇന്ന് ഈ പദ്ധതി ഇവിടെ അത്യന്താപേക്ഷിതമായൊരു ഘടകമാണ്. വിഷലിപ്തമായ പച്ചക്കറികൾക്ക് ഇനി ഇവിടെ സ്ഥാനമില്ല. ശിശിരത്തിൽ പുതുമുകുളങ്ങളെ സ്വപ്നം കാണുന്ന പൂക്കളുടെ വികാരവും ചൂടി കാത്തിരിക്കും. സാർ, ഇതെന്തിനാ സാർ ഇവിടെ പറയുന്നേ? ക്ലാസ്സിൽ തന്നെ സഹിക്കാൻ വയ്യ, പിന്നെ ഈ പൊരി വെയിലത്തോണ്ട് നിർത്തിയിട്ട്. നമ്മൾ ഇന്നിവിടെ ഒരു വെജിറ്റബിൾ ഫാം തുടങ്ങാൻ പോവാ. അതിനായിട്ട് ഈ ഗ്രൂപ്പിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒരു ഗ്രൂപ്പിനെ മാഷ് നിയന്ത്രിക്കും, മറ്റേ ഗ്രൂപ്പിനെ ഞാൻ നിയന്ത്രിക്കും. എന്ത് വേഷമാണ്? ഇതാണ് പാരമ്പര്യ കൃഷി വേഷം. ഇതൊന്നും അറിയില്ലല്ലേ? ഈ പണിയായുധങ്ങൾ കൊടുത്തതിനോടൊപ്പം എമിലിക്കും ബിന്ദുച്ചയ്ക്കും ഒക്കെ ബ്ലൗസും ലുങ്കിയും തോർത്തൊക്കെ കൊടുത്തെങ്കിൽ കൃഷി ചെയ്യുമ്പോൾ നമുക്കൊരു ആവേശം ഉണ്ടായിരുന്നു. തുടങ്ങാം. പുഞ്ച വയലു കൊയ്യാ വേടം വരുന്നേ, കാടം വരുന്നേ, കൂടരുമാടലുണ്ടേ, കൂട്ടരും കൂടെയുണ്ട്. വേടം വരുന്നേ, കാടം വരുന്നേ, കൂടരുമാടലുണ്ടേ, കൂട്ടരും കൂടെയുണ്ട്. കുറച്ച് കാര്യങ്ങൾ പറയാൻ. കത്തി വയ്ക്കല്ലേ? കൃഷി ചെയ്യുന്നതിന് മുമ്പ് കൃഷി ചെയ്യേണ്ട രീതിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാവില്ലേ? നമ്മൾ ആദ്യം ഈ ഭൂമി മൊത്തത്തിൽ വൃത്തിയാക്കുക. എന്നിട്ട് ഇതിൻ്റെ മണ്ണ് ഇളക്കിയെടുക്കുക. അത്യാവശ്യമുള്ള ജൈവവളം നമ്മൾ തന്നെ കണ്ടെത്തണം. സാർ, എക്സ്ക്യൂസ് മീ സാർ, ഇവിടുത്തെ സീനിയർ വിദ്യാർത്ഥി എന്നുള്ളതിലേക്ക് എനിക്കൊരു ചെറിയ അഭ്യർത്ഥനയുണ്ട്. ഇവിടെ കിഴങ്ങ് കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ തുടക്കം സാറ് തന്നെ കുറിക്കണം. നല്ല വിളവെടുപ്പായിരിക്കും. ഇനി നമുക്ക് വേണ്ടത് നല്ല ഇനം വിത്തുകളാണ്. സാർ, ഈ വിത്ത് കാള എന്ന് പറയുമ്പോൾ ഏത് ടൈപ്പ് ഓഫ് വിത്ത് കാളയാണ് സാർ ഉദ്ദേശിക്കുന്നത്? വിത്ത് കാളയല്ലടോ, വിത്തുകൾ. അത് ശരി. എല്ലാവരും കൂടി എന്തിനാണ് സാറിനെ അങ്ങനെ കളിയാക്കുന്നത്? വേണ്ട, അത് ഞങ്ങൾ കയറില്ല. സാറ് കല്യാണം കഴിച്ചില്ലെങ്കിൽ നല്ലൊരു കൃഷിക്കാരനല്ലേ? സമയം പോകുന്നു. ഞാനൊക്കെ നല്ല പ്രായത്തിലേ പെണ്ണ് കെട്ടി നിന്നേലും വലിയ മക്കളുണ്ടായേനെ. അത് തിരിച്ചല്ലേ സാർ പറയേണ്ടത്? ഞാൻ കല്യാണം വന്ന കാര്യം നടക്കല്ലേ? അവനെ വെച്ചിട്ടുണ്ടാവും. കുറെ നാളായി എനിക്കിട്ട് പണിയാണ്. ഈ പരിസരമാണ് ക്ലീൻ ചെയ്യേണ്ടത്. ചാണകം വേണം എന്ന് പറഞ്ഞ് രവി മുങ്ങാൻ നോക്കണ്ട, ഇവിടെ നിന്നിരുന്നാ മതി. ഇവിടെ എന്ത് കൃഷി ചെയ്യാനാ? അത് നമുക്കൊന്ന് വൃത്തിയാക്കാം.
എന്റെ പൊന്നു ടീച്ചറെ, കോളേജിൽ ഇങ്ങനെ സ്ഥലം ഉണ്ടെന്ന് തന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. കോളേജിൽ വന്നാൽ മാത്രം പോരാ, കോളേജിന്റെ ഓരോ മുഖം മൂലയും തിരിച്ചറിയണം. അത് തന്നെ. ഇന്നലെ നമ്മളിവിടെ വന്നപ്പോ ഒരു വലിയ പാമ്പ് ഇവിടെ. യു മീൻ സ്നേക്ക്? ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും പാമ്പ് തന്നെ. നമ്മളോട് അവിടെ അടിച്ചു പോകുന്നല്ലേ? പിന്നെ അപ്പൊ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പേടിക്കണം മോളെ, ഒരു പാമ്പിനെ കൊന്നാൽ അതിന് കുടുംബത്തോട് വരും. പക വെച്ച് ഒന്നാമതൊന്ന് വരും, പ്രത്യേകിച്ച് ഇന്ന് വാവാണ്. ഉഗ്ര വിഷസർപ്പങ്ങളല്ല ഇന്ന് വെളിയിൽ ഇറങ്ങും. അല്ലെങ്കിൽ ഞാൻ അത് കിടന്നപ്പോഴേ ഒരു രാജവമ്പാല ഇങ്ങോട്ടോക്ക് ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നു. ഞാനും ഒന്ന് നോക്കി അതൊന്ന് നോക്കി, കുറച്ച് നേരം ഇങ്ങനെ നോക്കി, പിന്നെ സൈഡിൽ കൂടെ പോയി. നമുക്ക് പരിചയമുള്ള ആളല്ലേ. ആ പാമ്പ് മിക്കാറും തിരിച്ചു വന്ന് നിന്നെ ഒന്ന് കൊത്തൂടാ. അറിയാൻ സൂക്ഷിച്ചോ, സാറ് പറഞ്ഞ അച്ചടാണ്. ഞാൻ എന്നെ കൊന്നിട്ടേ പോവും. കമ്പി വന്നു. മക്കളെ എടുക്ക് അടി അടിക്ക് ഞാൻ തന്നെ. നീ ഒരു പണി എടുക്കണല്ലോ. ഞാൻ മേൽനോട്ടാണ് സാറേ. ഞാൻ നോക്കിക്കോളാം. ഏതൊരു പണിക്കൊരു മേശരി ഉണ്ടാവും. അല്ല ഞാനാ മേശരി. എല്ലാവരും പണിയെടുക്കണം. നീ പോയി പണി എടുക്കണം. ഞാൻ സാറിന് അഭിപ്രായമാവാം. ആ വാ. രവി 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 നല്ല വൃത്തിക്ക് കളിച്ചു. ഫാസ്റ്റ് ആഗ്. മോനെ മക്കളെ കാലുമ കൊള്ളാൻ നോക്കണേ. കാലുമ കൊള്ളരുത് കേട്ടോ. വൃത്തിയാക്കിയോട് തന്നെയാണ് പിന്നെ അഴുക്കിടുന്നത്. നിങ്ങൾ NSSലും പ്രവർത്തിക്കാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം. ഇതൊക്കെ വീട്ടിലും ചെയ്യാവുന്ന ചില നമുക്ക് നല്ല എക്സ്പീരിയൻസ് അത്. ഞാൻ തന്നെ ഇപ്പോൾ എൻ്റെ വീട്ടിൽ കൃഷി ചെയ്യുന്നുണ്ടല്ലോ പല വിധത്തിലായിട്ട്. പണിയെടുക്കാൻ പറഞ്ഞപ്പോ ബഹളം വെച്ച് കളിക്കണം. സാർ, ശരിക്കും പാമ്പുണ്ടോ? പാമ്പാ? ഇവിടെ പാമ്പൊന്നുമില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ഞാനൊരു പാമ്പിനെ കണ്ടിട്ടില്ല. ഇവരൊക്കെ പറയുന്നത് ഇവിടെ പാമ്പുണ്ടെന്ന്. ആര് പറഞ്ഞു പാമ്പുണ്ടെന്ന്? ദാ ഇവിടെ. അതല്ല, ഇവിടെ ഇത്ര വരെ ഉള്ള പണിയെടുക്കുക. ബാക്കിയൊക്കെ ഇവിടെ സാറേ എൻ്റെ കാലിലെന്തോ കൊണ്ട് അപ്പോൾ കാലം വല്ല ആണിയൊക്കെ പിടിച്ചില്ലായിരിക്കും. ഇവിടെ പാമ്പൊന്നുമില്ല. ബാക്കി പിള്ളേരെ ഇവിടെ ബാക്കി പിള്ളേരൊക്കെ അവിടെ പണിയെടുക്കണ്ട സാറേ. അപ്പുറത്ത് പണിയെടുക്കണ്ട. അപ്പൊ ഞാൻ അപ്പുറത്തോട്ട് പോവാം കേട്ടാ. എനിക്ക് ഞാനും പറയട്ടെ സാറേ, ഇപ്പൊ ശരിയാവില്ല. ചിലപ്പോ അവിടെ പാമ്പുണ്ടാവോ? പാമ്പ് ചിലപ്പോൾ കാണും അവിടെ. എനിക്ക് ഇവിടെ അതാണ് ഓലപ്പാമ്പുകൾ കാട്ടി വലിയ കട്ടിയുള്ള പണിയൊന്നും എടുക്കണ്ട, കയ്യിലെ മാർദ്ദവും പോകും. ആര് കണ്ടിട്ട് പോച്ചയൊക്കെ കൈ കൊണ്ട് കുറച്ച് വലിയ കുഴപ്പം തന്നെ. ചോദിച്ചു എങ്ങനെയുണ്ട്, കൊള്ളാമോ? എന്ത് നിനക്കെന്ത് കുഴപ്പം? നിനക്കെന്ത് കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല. നിനക്കെന്ത് കുഴപ്പം? നീ അല്ലേ എന്നെ അറിഞ്ഞത്? നീ അല്ലേ എന്നെ അറിഞ്ഞത്? നീ എന്നെ നേരത്തെ അറിഞ്ഞാടാ? പിന്നെ ഞാൻ അറിഞ്ഞില്ല. നീ വേണ്ട അറിഞ്ഞത്. അവ അങ്ങനെ പറയും. നീ അറിഞ്ഞതാ? ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കല്ലേ, ഞങ്ങൾ ഇവിടെ ഇരിക്കല്ലേ. നിന്നെ ഞാൻ എന്താ അറിയാൻ വേണ്ടിട്ട് 3 പ്രാവശ്യം എറിഞ്ഞില്ലേ? 3 പ്രാവശ്യം എറിഞ്ഞിട്ട് നീ ഒരുമാതിരി അവനെ കളിയാക്കി ചിരിക്കണ ചിരി അവന്റെ. കളിയാക്കിച്ചിരിക്കുക. ഞങ്ങൾ വേറെ കാര്യം പറഞ്ഞോണ്ടിരിക്കല്ലേ. ഏത് കാര്യം? ഞങ്ങൾ വേറെ കാര്യം തോളി ചെവി അടിക്കല്ലേ? തോലിരുന്ന് ചെവി അടിക്കല്ലോ. നീ ഇവനൊക്കെ എന്താണ് വട്ടാ ഇവന്? എന്താണ് പ്ലീസ്? എടാ മുറിഞ്ഞു. ഇല്ല ചെറുതായിട്ട് മുറിഞ്ഞ് ഒരേക്കർ മുറിഞ്ഞിരിക്കുന്നു. ഞാൻ 3 പ്രാവശ്യം എവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കണം. ഞാൻ തന്നെ അങ്ങോട്ട് തിരിഞ്ഞ് അങ്ങനെ അറിയണത്. പിന്നെ അല്ല പല്ലെടുത്തോളൂ. എന്താണ് രവിയേട്ടാ? എന്തിനാ രവിയേട്ട വെറുതെ അലമ്പുണ്ടാക്കണത്? ഞാൻ കണ്ടത് ഈ ഒരു സൈഡിൽ അല്ലേ? അല്ല ആരാ പറഞ്ഞു? അവ ഇങ്ങനെ എറിഞ്ഞിട്ട് ഇങ്ങനെ ആക്കണത്. അത് എങ്ങനെ ആക്കണല്ലേ കണ്ടുള്ളൂ. ആരാ എറിഞ്ഞത് നിങ്ങൾ കണ്ടോ? ഞാൻ കണ്ടു വന്നത് അവൻ കണ്ണടിച്ച് കാണിച്ചത്. നിങ്ങൾ വെറുതെ വർത്താനം പറഞ്ഞു. നിങ്ങൾ ശരിക്കും എറിഞ്ഞ ആളാ ബാക്കിൽ നിൽക്കണം. ഒന്നും പറ്റിയില്ല. സാറിന് അവത്തെ പറ്റിയിരിക്കുന്നു. ഇല്ലടാ മനപ്പുറോടാ. വാ വാ.